ഹായ് ഓൾ, എയിംസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നവരും ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലുമായിരിക്കുമെന്നറിയാം. ഈ റെയിൽവേ എക്സാമിനേഷനൊക്കെയുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് പൊതുവെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വരുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഡിഫൻസ് എക്സാമിനേഷന് ശേഷം ഇത്രമാത്രം മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്ന മറ്റൊരു ജനറൽ എക്സാമിനേഷൻ റെയിൽവേ പോലെ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ചും കേരള PSC പോലുള്ള എക്സാമിനേഷനൊക്കെ എഴുതുമ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കേവലം ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെയിൽവേയിലേക്ക് എത്തുമ്പോൾ റെയിൽവേ മെഡിക്കൽ ഓഫീസർമാരാണ് ഇത് നേരിട്ട് ചെയ്യുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ആശുപത്രികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. A1, B1, C1 ഇങ്ങനെയൊക്കെ പറയുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ. ഇതിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്താണോ നിങ്ങൾ വരുന്നത് എന്ന് ആത്യന്തികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു പോസ്റ്റ് പ്രിഫറൻസ് വെച്ച് അപേക്ഷിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ എക്സാംസ് ഒക്കെ എഴുതി റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ മതിയായ മാർക്ക് കിട്ടി നിങ്ങൾ ലിസ്റ്റിൽ വരികയും എന്നാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ സമയത്ത് വരുമ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ഇല്ല എന്നതിന്റെ പേരിൽ പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഒരു ധാരണ ആദ്യം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിൽ നമ്മൾ അറിയേണ്ടത്, അതായത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയുടെ കോൺടെക്സ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു 4 കാറ്റഗറി ഓഫ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതിൽ ആദ്യത്തേത് A3 ആണ്, രണ്ടാമത്തേത് B1 ആണ്, മറ്റൊന്ന് B2 ആണ്, മറ്റൊന്ന് C1 ആണ്. ഇത്രയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ആദ്യമായിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഹയർ ലെവൽ ഓഫ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിലവിലെ ഈ ഒരു എക്സാമിനേഷനിൽ A3 ആണ്. ഇതിന് മുകളിൽ A1ഉം A2 ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ ബാധകമല്ല. ഇവിടെ നമുക്ക് A3 എന്ന് പറയുന്ന ഒരു ലെവലാണ് വരുന്നത്. അത് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വിഷൻ 6/9 ഉണ്ടായിരിക്കണം 2 കണ്ണുകൾക്കും എന്നുള്ളത് ആത്യന്തികമാണ്. ഏതെങ്കിലും ഒരു കണ്ണിന് ഈ ഒരു ലെവലിൽ താഴെയാണ് നിങ്ങളുടെ കാഴ്ചയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്യപ്പെടും എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനിയും നിയർ വിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 0.6 എങ്കിലും മിനിമം പവർ നിങ്ങളുടെ കണ്ണിന് ഉണ്ടായിരിക്കണം, 2 കണ്ണിനും ഉണ്ടായിരിക്കണം. ഇനിയും ഇത് കൂടാതെ നിങ്ങൾ കളർ ടെസ്റ്റ്, അതായത് നമുക്ക് കളർ ബ്ലൈൻഡ്നെസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ കണ്ണിൽ ഉണ്ടാവരുത്. ഇനി ബൈനാക്കുലർ വിഷൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റിന് വിധേയമാകും, അത് പാസ്സായിരിക്കണം. ഇനിയും നൈറ്റ് വിഷനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ ഒരു A3 സ്റ്റാൻഡേർഡിന്റെ ക്രൈറ്റീരിയ ആണ്. ഇനിയും അടുത്തത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് B1 എന്ന് പറയുന്നത്. ഈ B1ലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ലെവല് കുറച്ച് കുറയുന്നുണ്ട്. അതിൽ ഡിസ്റ്റൻസ് വിഷൻ 6/9ഉം 6/12ഉം ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 4D വരെയുള്ള കണ്ണടകളും യൂസ് ചെയ്യാം. നിയർ വിഷൻ എന്ന് പറയുന്നത് 0.6 ആണ്. ഇവിടെയും കളർ വിഷൻ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് നമുക്ക് പെർമിറ്റ് ചെയ്യുന്നില്ല, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. ഇനി ബൈനാക്കുലർ വിഷനും നിങ്ങൾ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നൈറ്റ് വിഷനും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇതിൽ പാസ്സായിരിക്കണം എന്നത് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ്. അടുത്തായിട്ട് നമ്മൾ അടുത്ത B2ലേക്ക് എത്തുകയാണ്. B2 കുറച്ചും കൂടി ലെവൽ കുറഞ്ഞതാണ്. ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ 6/9 ആൻഡ് 6/12 ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെയും 4D എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയിലേക്ക് നിങ്ങളുടെ കണ്ണടയുടെ ലെവൽ മാറുന്നുണ്ട്. ഇനി നിയർ വിഷൻ 0.6 ആണ്. ഇത് 2 കണ്ണിന് മസ്റ്റ് പറയുന്നില്ലെങ്കിൽ മൊത്തത്തിൽ 0.6 എന്ന് പറയുന്ന ഒരു വിഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഈച്ച് ഐയും പറയുന്നില്ല, അതായത് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾ 0.6 പാസ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനിയും മസ്റ്റ് പാസ് എന്താണ്, നിങ്ങൾ ബൈനാക്കുലർ വിഷൻ എന്ന് ഉള്ളത് കൃത്യമായിട്ട് പാസ്സായിരിക്കണം. ഒപ്പം തന്നെ ഫീൽഡ് വിഷനും കളർ ബ്ലൈൻഡ്നെസ്സും ഒപ്പം തന്നെ നൈറ്റ് റിക്വയർമെന്റ്സും ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് വരും. അടുത്തതായിട്ട് C1 കാറ്റഗറിയാണ്. ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ 6/12ഉം 6/18ഉമാണ്. നിയർ 0.6 മാത്രമാണ്. ഇനി പിന്നെ ജനറൽ ഫിറ്റ്നസ് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ബൈനാക്കുലർ കളർ പോലുള്ള ക്രൈറ്റീരിയകൾ നിങ്ങളുടെ C1 കാറ്റഗറിയിലേക്ക് ലളിതമായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ നമ്മൾ ഈ ക്രൈറ്റീരിയകൾ മനസ്സിലാക്കി ഇനി ഓരോ പോസ്റ്റിനും എന്തൊക്കെയാണ് നമ്മുടെ ക്രൈറ്റീരിയകൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആണ്, അല്ലെങ്കിൽ ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. ഇവിടേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ A3 ലെവൽ വേണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു ലെവൽ വേണ്ട ഏക പോസ്റ്റ് ഇതാണ്. ഇനി അടുത്തത് ബ്ലാക്ക് സ്മിത്ത് ആണ്. ഇതിനുള്ള ക്രൈറ്റീരിയ B1 ആണ്. അടുത്തത് ബ്രിഡ്ജസിലേക്കാണ്, അവിടെയും B1 തന്നെയാണ്. ഇനി ക്യാരേജ് ആൻഡ് വാഗൺ B1 ആണ്. ഡീസൽ ഇലക്ട്രിക്കൽ B1 ആണ്. ഡീസൽ മെക്കാനിക്കൽ B1 ആണ്. ഇലക്ട്രിക്കൽ TRS B1 ആണ്. ഇലക്ട്രിക്കൽ ജനറൽ സർവീസ് B1 ആണ്. ഇലക്ട്രിക്കൽ TRD B1 ആണ്. അടുത്തതായിട്ട് ഫിറ്റർ
ഓപ്പൺ ലൈൻ അത് B1 തന്നെയാണ്. അടുത്തത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അതും B1 തന്നെയാണ്. റിവേറ്റർ അതും B1 സ്റ്റാൻഡേർഡ് തന്നെയാണ്. S&T സിഗ്നൽ ആൻഡ് ടെലികോം അതിലും B1 ലെവൽ മതി. ഇനി വെൽഡർ ഓപ്പൺ ലൈനിലേക്ക് മാറുമ്പോൾ അത് B1 ആയിട്ട് മാറുന്നു. ഇനി ക്രെയിൻ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറുമ്പോൾ ഈ ലെവൽ വീണ്ടും താഴെയാണ്, B2യിലേക്ക് മാറുന്നു. അടുത്തത് കാർപ്പന്റർ വർക്ക്ഷോപ്പാണ്, അത് വർക്ക്ഷോപ്പിലേക്കാണ്, അത് C1 ആണ്. അടുത്തത് ഡീസൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പാണ്, ഇവിടെയും C1 മതിയാകും. ഡീസൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പാണ്, PU ആൻഡ് WS ഇതിലേക്ക് C1 ആണ് കാറ്റഗറി. ഇനി ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പവർ ആൻഡ് TL ഇത് C1 ആണ്. ഇലക്ട്രിക്കൽ PU വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ C1 ആണ് കാറ്റഗറി. ഇനി ഫിറ്റർ PUWSലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി C1 ആണ്. അടുത്തത് മെഷീനിസ്റ്റ് വർക്ക്ഷോപ്പ് C1 ആണ്. മെക്കാനിക്കൽ PU ആൻഡ് WS അതും C1 ആണ്. മിൽറൈറ്റ് PU ആൻഡ് WS ഇത് C1 തന്നെയാണ്. പെയിന്റർ ഇവിടെയും C1 കാറ്റഗറി മതിയാകും. അടുത്തത് ട്രിമ്മർ എന്ന് പറയുന്ന പോസ്റ്റാണ്, ട്രിമ്മർ വർക്ക്ഷോപ്പുകളിലേക്കാണ്, ഇതും C1 കാറ്റഗറിയാണ്. അടുത്തത് വെൽഡർ ആണ്, PU ആൻഡ് WSലേക്ക്, ഇവിടെയും C1 മതിയാകും. അടുത്തത് വെൽഡർ വർക്ക്ഷോപ്പാണ്, അതും C1 കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ യോഗ്യതകൾ പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അതിനകത്ത് പ്രിഫറൻസ് വെക്കുമ്പോൾ നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ഏതാണോ ഈ കാറ്റഗറിയിൽ വരുന്നത് ആ കാറ്റഗറിയിൽ നിന്നുള്ള തസ്തികകൾ മാത്രം അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇവയിലെല്ലാം ആ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള ഫർദറായിട്ടുള്ള നമ്മുടെ ബാക്കിയുള്ള എക്സാം ക്ലിയർ ചെയ്ത ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നതിന് വേണ്ടിയാണ് ആത്യന്തികമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സ്വയം ഇത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി പറയാനുള്ളത് പറഞ്ഞത് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇനി പഠനത്തെ പറ്റിയാണ്. കൃത്യമായി പഠനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എക്സാമും ക്ലിയർ ചെയ്ത ശേഷം വരുന്ന കടമയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉള്ളത് മുഴുവൻ. ഇനി പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ എക്സാം എഴുതി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു പഠന മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം, കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം, കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസ് ഉണ്ടാകണം. ഇവയുണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്ന ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഇന്ത്യ റെയിൽവേ പോലെയുള്ള അഭിമാനകരമായ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ കയറുന്നതിന് തക്കതായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കോഴ്സാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠനം തുടങ്ങുക. നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ആണ്. മാത്രമല്ല പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, എല്ലാ റെഗുലർ മന്തുകളിലും ഒപ്പം തന്നെ റെഗുലർ വീക്കുകളിലും നടത്തുന്ന ടെസ്റ്റ് സീരീസുകളുണ്ട്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സോടുകൂടിയാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.